ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ടോപ്പ് സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോയിൽ കട്ടിങ് വീഡിയോ ഇട്ടിരുന്നു. സ്റ്റിച്ചിങ് വീഡിയോ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ തന്നെ കട്ടിങ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ അത് കുറച്ച് ലെങ്ത് ആയിപ്പോയി. അതുകൊണ്ട് വേറൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ എൻ്റെ എൻഡിങ്ങിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഒരു പാർട്ടിൽ ഞാൻ ആ ടോപ്പ് സ്റ്റിച്ചിങ് വീഡിയോ ഇടുവാണ്. അപ്പോൾ പഴയ വീഡിയോ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് പോയി കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ തുണിയുടെ അകവും പുറവും നോക്കി വേണം തയ്ക്കാനായിട്ട്. അകവും പുറവും എന്ന് പറഞ്ഞാൽ തുണിയുടെ നല്ല വശം പുറവും അഴുക്ക വശം അകവും എന്നാണ് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ പുറം ഭാഗം എന്ന് വെച്ചാൽ പുറത്ത് ഉള്ള ചുരിദാറിൻ്റെ പുറത്ത് കാണുന്ന ഭാഗം. അത് ഇത് ത്രെഡ് വർക്ക് വേണ്ടി തിരിച്ചറിയാൻ പാടാണ്. എന്നാൽ ഇതല്ലേ കുറച്ചുകൂടെ നീറ്റായിട്ടുള്ള വശം. അപ്പം ഇത് നല്ല വശം വരുന്നതുകൊണ്ട് ഇത് പുറത്ത് കാണുന്ന രീതിയിലും ഈ വശം അകത്ത് പോകുന്ന രീതിയിലുമാണ് തയ്ക്കുന്നത്. അപ്പം ഇത് രണ്ടുമാണ് ഇതിൻ്റെ നല്ല വശങ്ങൾ. ഈ രണ്ട് വശങ്ങളുമാണ് നല്ല വശം. അപ്പോൾ ഇത് അഴുക്ക വശം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കഴുത്ത് റൗണ്ടിന് ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു പീസ് എടുക്കാം. ഫ്രണ്ട് വശമോ ബാക്ക് വശമോ ഏതെങ്കിലും ഒരു പീസ് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരേ കഴുത്തിറക്കത്തിൽ ചെയ്യുന്നതുകൊണ്ട് ഏതെടുത്താലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഫ്രണ്ട് കുറച്ചുകൂടെ ഇറക്കി എടുക്കുന്നുണ്ട്. അവരാണെങ്കിൽ നിങ്ങൾ നേരത്തെ കഴുത്ത് വെട്ടിയപ്പോൾ ഇനി ഈ ഫ്രണ്ട് വശം മാത്രം ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ കഴുത്തിറക്കം ഒന്നുകൂടി ഇങ്ങനെ താഴ്ത്തി ഒന്ന് വെട്ടി കൊടുത്താൽ മതിയാവും. ഞാനതിപ്പോൾ രണ്ടും ഒരളവിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കഴുത്ത് ഇങ്ങനെ ചുരുട്ടി അടിക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ മെത്തേഡായിട്ട് ചുരുട്ടി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറം ഭാഗം. ഇത് അകം ഭാഗം. അതായത് ഇത് നല്ല വശവും ഇത് അഴുക്ക വശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. തുണി ഇപ്പോൾ ഞങ്ങളൊരു മെറ്റീരിയൽ എടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. നിറം മങ്ങിയ വശമാണെങ്കിൽ അകത്ത് പോകും, നിറം കൂടിയതാണെങ്കിൽ പുറത്ത് വരും. അങ്ങനെയാണല്ലോ തുണി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഈ തുണിയിൽ ഇത് അകത്ത് വരുന്നതും ഇത് പുറത്ത് വരുന്നതുമായിട്ടുള്ള വശമാണ്. അപ്പം നമ്മളിതിനെ തിരിച്ചിടണം. ഈ പുറത്ത്, അതായത് ഈ അകത്ത് വരുന്ന വശം നമ്മൾ ഫേസ് ചെയ്ത് വെച്ചിട്ട് വേണം ചുരുട്ടി അടിക്കാനായിട്ട് എടുക്കാൻ. കൈ ചുരുട്ടി അടിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. അകത്ത് വരുന്ന വശം നമ്മൾ ഫേസ് ചെയ്ത് നിന്നിട്ട് വേണം ചുരുട്ടി അടിക്കാൻ. എങ്കിലേ ഞങ്ങൾ ഈ ചുരുട്ടി അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ തയ്യലങ്ങ് അകത്ത് പോകുള്ളൂ. ഈ തയ്യൽ അകത്താവുള്ളൂ. ഇത് അകത്ത് പോകുന്ന വശമാണ്. അപ്പോൾ ഈ തയ്യലും കൂടെ അകത്ത് പോകും, പുറത്ത് ക്ലിയർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ചുരുട്ടി അടിക്കാം. എല്ലാവർക്കും തുണി ഏത് വശത്താണ് ഇട്ട് തയ്ക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതേ നമ്മൾ ഈ കഴുത്തിലെ തുണി ഇങ്ങോട്ട് വെച്ച് കാണിച്ചാൽ അവിടെ ഡാർക്ക് കളർ കൊണ്ട് കാണാൻ പറ്റും. ഈ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ചുരുട്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ചുരുട്ടണം. എന്നിട്ട് നമ്മളിങ്ങനെ ചുരുട്ടി അടിച്ചു വരണം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ഒരു മടക്കെടുത്ത് ചുരുട്ടി അടിച്ചടിച്ച് പോകണം. എന്നിട്ട് വീണ്ടും ആ മടക്കിനെ തന്നെ ഒന്നുകൂടെ മടക്കി 2 ഇങ്ങനെ അടിച്ചു പോകണം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുമിച്ച് 2 മടക്കിട്ടിട്ട് അതിൻ്റെ പുറത്തുകൂടെ അടിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കഴുത്ത് മടക്കി അടിച്ച് നമുക്ക് അടുത്ത കഴുത്തും കൂടെ മടക്കി അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കഴുത്തും അടിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടാമത്തെ കഴുത്തിൻ്റെ അടിച്ചു കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നല്ല 2 വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം. ഞങ്ങളുടെ ഈ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ 2 ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ടാണ് നല്ല 2 വശങ്ങൾ ചേർത്ത് വയ്ക്കണം. അതായത് ഇതേ നല്ല വശമാണ്, ഇത് നല്ല വശമാണ്. അപ്പോൾ അടുത്ത നമ്മൾ തച്ച് വെച്ചിരിക്കുന്ന ഇത് ഫ്രണ്ട് വശം, മറ്റത് ബാക്ക് വശമാണ്. അപ്പോൾ കഴുത്ത് രണ്ടും ഒരു ഇറക്കമായതുകൊണ്ട് വ്യത്യാസമില്ല. ഫ്രണ്ട് വശവും ബാക്ക് വശവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതായത് ഈ തയ്യലകത്ത് പോയിരിക്കുന്ന ഇതുപോലെ നല്ല 2 വശങ്ങളും ചേർത്ത് വയ്ക്കണം. തുണിയുടെ നല്ല 2 വശങ്ങളും ചേർത്ത് വെച്ചിട്ട് ഇതേ ഷോൾഡറാണ്. ഈ 2 ഷോൾഡർ ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച്
വിട്ടിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു തയ്യൽ ഇട്ടതിന് ശേഷം ഇത് ഇങ്ങനെ തിരിച്ച് ഒരു തയ്യലൂടെ ഇട്ട് കൊടുക്കണം. ഷോൾഡറിൻ്റെ ഇവിടെ നല്ല പിടുത്തം വരുന്ന ഭാഗങ്ങളാണ്, അപ്പോൾ തയ്യൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു തയ്യലൂടെ കൊടുക്കണം. അതുപോലെ തന്നെ ഇനി അടുത്ത നമ്മുടെ ഈ ഒരു ഷോൾഡറും കൂടി ഇതുപോലെ ചേർത്ത് വെച്ച് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഷോൾഡർ രണ്ടും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷോൾഡർ ഇങ്ങനെ തിരിച്ചിടുമ്പോൾ കണ്ടോ ഇങ്ങനെ വരും. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഷേപ്പ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ കൈക്കുഴിയുടെ ഇവിടുത്തെ തുണി ലെവലിൽ പിടിച്ച് ഈ സൈഡ് ഒരുമിച്ച് പിടിച്ചെടുക്കണം. ഒരുമിച്ച് പിടിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് കൈക്കുഴിയുടെ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഈ ഡാട്ടിൻ്റെ ഇതുവരെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ ഡാട്ട് ഇട്ടല്ലോ, ഡാട്ട് എന്ന് പറയുമ്പോൾ ഓപ്പണിങ്, ഇവിടെ നിന്ന് താഴോട്ട് ചുരിദാറിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇതുവരെ എന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അടിച്ചിറക്കണ്ട, ഇവിടെ വരെ ഇങ്ങനെ വിട്ടേക്കണം, ഇവിടെ വരെ വിട്ടേക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് തയ്ക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഈ ഡാട്ടിൻ്റെ കറക്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇവിടെ എന്തായാലും ഒരു 1.5-2 ഇഞ്ച് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് വീതിയിൽ വേണം കൊണ്ട് നിർത്താൻ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്കിങ്ങനെ 2 മടക്കിട്ട് ഇങ്ങനെ തയ്ക്കാൻ വേണം. 1.5 ഇഞ്ച് ഇട്ടാൽ മതി. 1.5 ഇഞ്ചിട്ട് ഇങ്ങനെ മടക്കി അടിക്കാൻ പരുവത്തിൽ ഇട്ടേക്കണം. ഇങ്ങനെ തച്ചിറക്കരുത്, ഇങ്ങനെ ഇട്ടേക്കണം. എന്നിട്ട് അടുത്തത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ചരിയരുത്, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ചുരിദാറിൻ്റെ തുമ്പറ്റം വരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ തുമ്പറ്റം വരെ ഞങ്ങൾ തയ്ച്ചെടുത്തു. ഈ ഒരു വശം മാത്രം ഞങ്ങൾ ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴെ അറ്റം വരെ ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി. അടുത്ത സൈഡ് നമുക്ക് പിന്നീട് തയ്ക്കാം. അതായത് നമ്മുടെ ഓപ്പണിങ് അടിച്ചതിന് ശേഷം അടുത്ത സൈഡ് ഇതുപോലെ തയ്ച്ചെടുക്കാം. അതായത് ഇതാണ് നമ്മുടെ ഓപ്പണിങ്. ആ ഓപ്പണിങ് ഞങ്ങളിപ്പോൾ കൂട്ടി അടിച്ചേക്കുവാണ്. ഇനി ഞങ്ങൾക്കിതിനെ തിരിച്ചിടാം. അതായത് ഇങ്ങനെ ഈ തുമ്പ് ഇത്ര നേരം ഈ ടോപ്പിൻ്റെ അടിഭാഗം താഴോട്ട് വരുന്ന രീതിയിലിട്ടല്ലേ നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ ഈ താഴ്വശം മുകളിലോട്ട് വരുന്ന രീതിയിൽ വെക്കാം. ഇതുപോലെ മുകളിലോട്ട് വരുന്ന രീതിയിൽ. ഇതാണിപ്പോൾ ഞങ്ങൾ ജോയിൻ്റ് ചെയ്ത് ഇറക്കിയ ഭാഗം. ഇത് ഇങ്ങനെ രണ്ടും നൂത്ത് പിടിക്കണം. നൂത്ത് പിടിച്ചതിന് ശേഷം ഇനി ഞങ്ങൾ ടോപ്പിൻ്റെ ഓപ്പണിങ് ചെയ്യാൻ പോവുകയാണ്. സൈഡ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. സൈഡ് ഓപ്പണിങ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇങ്ങനെയൊന്ന് മടക്കി അകത്തോട്ട് കൊടുക്കണം. ഈ ഒരു വശം മാത്രം ഇങ്ങനെ മടക്കി അകത്തോട്ട് കൊടുക്കണം. എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഞങ്ങൾക്ക് തയ്ച്ചെടുക്കാം. ഈ തയ്യൽ ഇങ്ങനെ ചുരുട്ടി ചെന്ന് നിൽക്കാനുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ ഡാട്ട് എടുത്തിട്ടല്ലോ, ഓപ്പണിങ് തീരുന്ന ഭാഗം, ബോഡി ഷേപ്പ് ഒന്ന് തീരുന്ന ആ ഒരു ഭാഗം വരെ ഇങ്ങനെ ചുരുട്ടി അടിച്ചെടുക്കണം. ആ ഡാട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണം. ഡാട്ട് കഴിഞ്ഞ് പോകുന്നെങ്കിൽ ഓപ്പണങ്ങ് മുകളിലോട്ട് കയറി പോവും. അതുകൊണ്ട് ആ ഡാട്ടിട്ട സ്ഥലം ഞങ്ങൾ ശ്രദ്ധിച്ചോളണം. തയ്ച്ചങ്ങ് പോകരുത്. ഡാട്ടിട്ട സ്ഥലം ഞങ്ങൾ ശ്രദ്ധിച്ചോളണം. അപ്പോൾ അതേ നമ്മുടെ ഡാട്ട് എത്തിയിട്ടുണ്ട്. ഇത് എല്ലാവരും കണ്ടോ, അതേ ഡാട്ട്, ഇതാണ് ഞാൻ ഇട്ട ഡാട്ട്. ഈ ഡാട്ടിൻ്റെ ഇതുവരെ ഞങ്ങൾ ചുരുട്ടി അടിക്കാവും. അകത്തോട്ട് ചുരുട്ടുമ്പോൾ ഡാട്ട് പോയി എന്ന് പറഞ്ഞ് മനസ്സിലാവാണ്ട് ഇരിക്കേണ്ട. ഡാട്ട് ഇത് ഇപ്പുറത്തെ സൈഡിൽ ആ ഡാട്ട് കിടപ്പുണ്ട്. ഈ ഡാട്ടിൻ്റെ നേരെ ഇതുവരെ അടിച്ചു നിർത്തണം. അവിടെ ഞങ്ങളിങ്ങനെ വിരൽ വെച്ചേക്കണം കേട്ടോ. ഓക്കെ അതെ കറക്റ്റ് അതുവരെ ഞങ്ങൾ തയ്ച്ച് നിർത്തിയിട്ടുണ്ട്. ഡാട്ടിൻ്റെ അതുവരെ തയ്ച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഇങ്ങനെ തുണി ഇങ്ങനെ കറക്കിയെടുക്കണം. കറക്കിയെടുത്ത് ഇങ്ങനെ വയ്ക്കണം. കറക്കിയെടുത്ത് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഡാട്ട് ഇങ്ങനെ അകത്തോട്ട് മടക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ നൂലുണ്ടല്ലോ, ഈ നടുക്കിൽ കൂടെ പോയിട്ടുള്ള ഈ നൂല്
നമ്മൾ കത്രിക വെച്ചോ കൈ വെച്ചോ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് തിരിച്ചിട്ട് അഴിച്ചെടുക്കണം. അഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ആ തുണി കീറിപ്പോവാതെ വേണം അഴിച്ചെടുക്കാനായിട്ട്. ഈ കാണുന്ന ഈ ഒരു പോയിന്റ് വരെ ഈ ഒരു അകലം വിട്ട് അതുവരെയുള്ള നൂല് അഴിച്ചെടുത്താൽ മതി. ബാക്കി അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഓപ്പണിങ്ങിൻ്റെ ഈ സൈഡിൽ കൂടെ ഒരു തയ്യൽ കൂടി ഇട്ട് കൊടുക്കണം. ഈ സൈഡിൽ കൂടെ ഒരു തയ്യൽ കൂടി ഇട്ട് ഈ ഒരു ജോയിൻ്റ് എത്തുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു തയ്യൽ കൂടി ഇട്ട് ജോയിൻ്റ് ഇട്ടിട്ട് തിരിച്ച് എൻഡിങ് വരെ ഇതുപോലെ ആ സൈഡിൽ കൂടെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിലുള്ള ഓപ്പണിംഗ് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിലുള്ള ഓപ്പണിങ്ങും സെയിം ഇതേ മെത്തേഡിൽ ചെയ്യും. ഇപ്പോൾ രണ്ട് സൈഡിലെ ഓപ്പണിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചുരിദാറിൻ്റെ എൻഡ് ഭാഗം, അതായത് താഴ്ഭാഗം ചുരുട്ടി അടിക്കുകയാണ് ചെയ്യാനുള്ളത്. അതായത് ചുരിദാറിൻ്റെ താഴറ്റം ഉളുമ്പ് ചുരുട്ടി അടിക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഞങ്ങൾ നേരത്തെ കഴുത്തൊക്കെ ചുരുട്ടി അടിച്ചതുപോലെ തന്നെ താഴ്വശം ഇതുപോലെ രണ്ടും മടക്കായിട്ടിട്ട് ചുരുട്ടി അടിക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ അടുത്ത സൈഡും അടിച്ചെടുക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൈ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൈക്കുഴി. ഈ കൈക്കുഴിയിൽ നേരത്തെ ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ച കൈ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഈ കൈയുടെ തുമ്പിലാണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. കാര്യം എൻ്റെ തുമ്പിൽ തുണി ഇങ്ങനെ പിരിന്നിളവാത്ത രീതിയിൽ ഒരു എൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അത് ചുരുട്ടി അടിക്കേണ്ട. അവിടെ അങ്ങനെ ആ ഒരു എൻഡിങ് ഇല്ലാത്തവരാണെങ്കിൽ അത് നേരത്തെ ഞങ്ങൾ ടോപ്പിൻ്റെ താഴ്വശം ചുരുട്ടി മടക്കി അടിച്ചതുപോലെ ആ കൈയുടെ തുമ്പ് വശം മടക്കി അടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൈക്കുഴിയിൽ വെച്ച് കൈ ജോയിൻ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ചുരിദാർ മൊത്തത്തിലൊന്ന് മറിച്ചിടണം. മറിച്ചിട്ട് നല്ല വശം പുറത്തു വരുന്ന രീതിയിൽ ഇടണം. എന്നിട്ട് വേണം ഞങ്ങൾ കൈ ജോയിൻ്റ് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് ഇത് നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ഭാഗം ഇതുപോലെ നിവർത്തി വയ്ക്കണം. ഇത് ഷോൾഡറിൻ്റെ ആ ജോയിൻ്റാണ്. ആ ഒരു ഭാഗം ഇതുപോലെ നിവർത്തി വയ്ക്കണം. ഇനി നമ്മൾ കൈ എടുത്ത് വെച്ച് അതിനെ രണ്ടായിട്ട് കൈയുടെ ആ ഒരു തുണി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ആ ഒരു കറക്റ്റ് നടുക്ക് ഭാഗത്ത് ഒരു ഡാട്ട് ഇട്ട് കൊടുക്കണം. നേരത്തെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് ഇട്ടതുപോലെ നടുക്ക് ഭാഗത്ത് ഒരു ഡാട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ അറിയാനായിട്ടാണ് ആ ഒരു ഡാട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഡാട്ട് നമ്മൾ ആ ഷോൾഡറിൻ്റെ ആ ഒരു ജോയിൻറ്റിൽ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചു കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ കൈ ജോയിൻ്റ് ചെയ്യുമ്പോൾ കൈ വെച്ചത് തിരിഞ്ഞു പോകരുത്. അതായത് കൈയുടെ പുറത്ത് വരുന്ന ഭാഗവും ഷോൾഡറിൻ്റെ ആ ഒരു ചുരിദാറിൻ്റെ പുറത്ത് വരുന്ന ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം കൈ ജോയിൻ്റ് ചെയ്യാനായിട്ട്. അതുവരെ തയ്ച്ചതിന് ശേഷം അടുത്തത് നമ്മളുടെ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു വശത്തേക്ക് തയ്യലിട്ടിട്ടുള്ളൂ. ഇനി ആ വശത്ത് നിന്ന് അടുത്ത വശത്തേക്ക് കൂടി തയ്യലിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു കൈ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ അടുത്ത കൈക്കും ജോയിൻ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ കൈവണ്ണവും അടിച്ച് ഷേപ്പും അടിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ രണ്ട് കൈയും നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചുരിദാറിനെ വീണ്ടും മറിച്ചിട്ടെടുക്കണം. അതായത് ആദ്യം നമ്മൾ തയ്ച്ച് തുടങ്ങിയതുപോലെ മറിച്ചിട്ടെടുക്കണം. അടുത്തതായിട്ട് ഇനി നമ്മൾ കൈവണ്ണവും ബോഡി ഷേപ്പും കൂടി അടിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നിങ്ങളുടെ കൈവണ്ണം എത്രയാണോ അത് അളന്നെടുത്ത് ആ ഒരു അളവിൽ വെച്ച് വണ്ണം അടിക്കണം. അല്ലെങ്കിൽ അളവുടുപ്പുണ്ടല്ലോ, അളവുടുപ്പ് എടുത്ത് വെച്ച് അതിൻ്റെ അളവിൽ മാർക്ക് ചെയ്ത് നമ്മൾ കൈവണ്ണവും
കൈക്കുഴിയുടെ വണ്ണവും അതുപോലെ തന്നെ ബോഡി ഷേപ്പും അടിച്ചെടുക്കാം. അപ്പോൾ വണ്ണം അടിച്ച് നമ്മളത് ഇവിടെയാണ് എൻഡിങ് കൊടുക്കാനുള്ളത്. ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് എൻഡിങ് കൊടുക്കണം. ഇനി നമ്മളിത് ബാക്കി വന്ന ആ ഒരു കൈവണ്ണം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ അത് നമ്മൾ ഈ ടോപ്പ് ഇടുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ബാക്കി വന്ന ആ ഒരു പീസ് അങ്ങ് വെട്ടിക്കളയണം. ഫുള്ളായിട്ട് വെട്ടരുത്, പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു ഭാഗം അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. ഇനി അടുത്ത കൈയും ഇതുപോലെ വണ്ണം അടിച്ചതിന് ശേഷം ആ ഒരു സൈഡും ഷേപ്പാക്കി നമുക്ക് ടോപ്പ് സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങൾ തയ്ച്ചെടുത്ത ആ ഒരു ടോപ്പ്. ഇതിപ്പോൾ എനിക്ക് കുറച്ച് ലൂസിനിടാനായിട്ടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ലൂസിനിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോഡി ഷേപ്പ് അടിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം നേരുന്നു.